ഇപ്പൊ പഞ്ചാബിന്റെ ഈ സീസണിൽ ശ്രേയസ് അയ്യർ പുള്ളിയുടെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ മുമ്പ് തന്നെ പ്രൂവ് ചെയ്തതാണ്. പക്ഷെ അത് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആവുകയാണ്. നല്ല ഒരു ക്യാപ്റ്റൻ ആണ് എന്നുള്ള രീതിയിൽ. അതായത് ഡൽഹിനെ പ്ലേ ഓഫിൽ എത്തിച്ചു, ഫൈനലിൽ എത്തിച്ചു, പിന്നെ കൊൽക്കത്തേനെ കിരീട ജേതാക്കളാക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയസ് ഇപ്പോൾ ഈ ഇന്ത്യയുടെ T20 ടീമിൽ പോലും ഇപ്പം ഇല്ല, ടീമിൽ പോലും ഇല്ല. അപ്പോൾ പുള്ളിയെ ഏത് തരത്തിലാണ് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലും കണക്കാക്കാൻ പറ്റുക? ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കോച്ചിങ് സെറ്റപ്പിന് എന്താണ് ശ്രേയസ് അയ്യരായിട്ടുള്ള പ്രശ്നം എന്ന് എനിക്കറിയില്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു ഷോയിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. പണ്ട് ഓസ്ട്രേലിയയുടെ ഒരു കളിക്കാരനുണ്ട്, ഡേമിയൻ മാർട്ടിൻ എന്ന് പറഞ്ഞു. ഡേമിയൻ മാർട്ടിൻ ആ കാലത്തെ ഏറ്റവും നല്ലൊരു കളിക്കാരനായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ 19 വയസ്സിൽ തന്നെ അങ്ങനെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മാർട്ടിന് കോച്ചിന്റെ മകളായിട്ട് ചെറിയൊരു ഇടപാടുണ്ടായിരുന്നു. അത് കാരണം 6 കൊല്ലം കളിച്ചില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ ആരോട് തമാശയായി പറഞ്ഞു, ഇങ്ങനെ വല്ലതും ഇവൻ കാണിച്ചിട്ടുണ്ടോ? അത് കാരണം ഇപ്പൊ ഒരു ടീമിലും ഇല്ല. ഇന്ത്യ A ടീമിലില്ല, ഇന്ത്യയുടെ T20 ടീമിലില്ല, ഒന്നിലും ഇല്ല. ഇന്ത്യ A ടീമിൽ വരെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ കോച്ചിങ് സെറ്റപ്പിന്റെ മനസ്സിൽ ഇന്ത്യയിൽ 12 ബാറ്റ്സ്മെനെങ്കിലും ശ്രേയസ് അയ്യരുടെയും നല്ല കളിക്കാരാണ് അവരുടെ മനസ്സിലുള്ളത്. അതിലെനിക്ക് യാതൊരു യോജിപ്പുമില്ല.